അവിടെ രാഹുൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം, താൻ ഈ രാജ്യത്തെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അയാൾ 3 പീഡന കേസുകളിൽ പ്രതിയാകുന്നുണ്ട്. 2 കേസുകളിൽ അയാൾ മുൻകൂർ ജാമ്യം നേടിയെങ്കിലും 3-ാമത്തെ കേസിൽ അറസ്റ്റിലായി ജയിൽവാസം അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം അവകാശം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു ഒരു പരാതി കൊടുക്കുമ്പോൾ 2 പേരെ ഒരുമിച്ച് ഒരു ചായ കൊടുത്ത് ഇനി മേലിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, നാളെ ഈ നാട്ടിൽ ആരും എന്തും ചെയ്താൽ നമ്മളെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഒരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പോലീസിനെ പേടി ഉണ്ടാകണം. പോലീസിനെ പേടിയുണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. 3-ാം മുറ പ്രയോഗിച്ചു കേരള പോലീസ്. അല്ല, 3-ാം മുറയും കുട്ടികളുടെ മുമ്പിൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ഇതിനെ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മാർഗ്ഗമുള്ളൂ. ഈ പോക്സോ കേസുകളിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പോക്സോ കേസുകളിൽ ഒരു പരാതി കിട്ടുമ്പോൾ, ഒരു FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അയാൾ കുറ്റവാളിയായിട്ട് കാണുവാണ്. ട്രയൽ നടക്കുമ്പോഴല്ല അയാൾ കുറ്റാരോപിതനല്ല, കുറ്റവാളിയാണ്. അതിൽ നിന്നും അയാൾ മോചിതനാകണമെന്നുണ്ടെങ്കിൽ, ആ കുട്ടി മോചിതനാകണമെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ തെളിയിക്കണം. അങ്ങനെ ഒരു സംവിധാനം ഒന്നും നമ്മുടെ ഇതിനകത്ത് ഇല്ലല്ലോ. അതിനകത്ത് കോടതി പോലും ഇതിനകത്ത് വ്യാജ പോക്സോ ആണ് ഭർത്താവിനെതിരെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും കോടതി പോലും പറയുന്നുണ്ടല്ലോ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം, ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി പോലും പറയുന്നില്ലാത്തടത്തോളം കാലം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. നിയമങ്ങൾ കൃത്യമായി തിരുത്തപ്പെടണം. നമ്മളൊരു നിയമം ഉണ്ടാക്കി വെച്ചു, ആ നിയമത്തിനകത്ത് പര്യാപ്തമായ കാര്യങ്ങളില്ലെങ്കിൽ, അപര്യാപ്തതയുണ്ടെങ്കിൽ ആ നിയമത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ ഈ പോക്സോ കേസുകൾ ഇങ്ങനെ വന്നു. ഈ പോക്സോ കേസുകൾ വന്നു കഴിയുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട്. ഈ അപകടങ്ങൾ ആർക്ക് സംഭവിക്കാം? കേരളത്തിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയാണ് പീഡന കേസുകൾ, പോക്സോ കേസുകൾ മുതലായ വിഷയങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇന്ന് തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുവാൻ, ഇതെങ്ങനെ ഒരു സാമൂഹിക ആപത്താകുന്നു എന്ന വസ്തുതകൾ അവതരിപ്പിക്കാനുമായി നമുക്കൊപ്പമുള്ളത് അഡ്വക്കേറ്റ് R. മനോജാണ്. ഹാർദവമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പീഡന കേസുകളിൽ നിന്നാണ്. അവിടെ രാഹുൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം, താൻ ഈ രാജ്യത്തെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അയാൾ 3 പീഡന കേസുകളിൽ പ്രതിയാകുന്നുണ്ട്. 2 കേസുകളിൽ അയാൾ മുൻകൂർ ജാമ്യം നേടിയെങ്കിലും 3-ാമത്തെ കേസിൽ അറസ്റ്റിലായി ജയിൽവാസം അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം അവകാശങ്ങൾ. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അത് നമ്മൾ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ മുഴുവൻ കാര്യങ്ങളിലും സ്ത്രീകളെ ഉപദ്രവിച്ചു, സ്ത്രീകളെ എന്നുവെച്ചാൽ ഇവർ വർഷങ്ങളായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുകയും എല്ലാം. എന്നുവെച്ചാൽ പണ്ടത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ ജെൻസി കാലയളവ് എന്ന് പറയുന്നത് ഈ നമുക്കറിയാം ഒന്നിനും മറയില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലയളവിൽ ഇതെല്ലാം മറയായിട്ട് നമുക്ക് സ്നേഹിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാം പരസ്പരം മനസ്സും ശരീരവും എല്ലാം പങ്കുവെക്കാനായിട്ട് തയ്യാറാവുകയും അതിന് ഇത് ബ്രേക്കപ്പായി കഴിയുമ്പോഴാണ് ഇതെല്ലാം പീഡന കേസുകളായിട്ട് വന്നുപെടുന്നു. ഇതിനകത്ത് കൂടുതലും ഉണ്ടാകുന്നത് ഇത് ഈ ഒരാളുമായിട്ട് ബ്രേക്കപ്പായി വേറൊരാളുമായിട്ട് ആ സ്ത്രീ ചങ്ങാത്തം തുടങ്ങി കഴിയുമ്പോഴാണ് ഇതിനെല്ലാം. എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ആളുടെ പ്രൊഫൈൽ നോക്കിയാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഉന്നതനാണെങ്കിൽ അപ്പോൾ പണത്തിനായും മറ്റു പല കാര്യങ്ങൾക്കായും അയാളുടെ സ്വാധീനത്തിന് വേണ്ടിയും എല്ലാം അയാളെ കുറേശ്ശെ പീഡിപ്പിക്കാനുള്ള ഒരു അവസരം ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ആപൽക്കരമാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. താങ്കൾ പറയുന്നത് വളരെ വലിയൊരു വസ്തുതയാണ്. കാരണം സമാനതകളില്ലാത്ത രീതിയിലാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിലേക്ക് ഈ ഹണി ട്രാപ്പ് കേസുകളുടെ വർധനവുണ്ടാകുന്നത്. ഏതെങ്കിലും നിലയിൽ ഒരാളെ പ്രലോഭിപ്പിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക, അതിനുശേഷം അയാളുമായി കിടക്ക പങ്കിടുക, അല്ലെങ്കിൽ നഗ്നചിത്രങ്ങൾ എടുക്കുക, അതിനുശേഷം അയാളെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വാങ്ങിയെടുത്ത നിരവധി കഥകൾ പുറത്തു വരുന്നുണ്ട്. ഇനി താങ്കൾ എഴുതിയൊരു ലേഖനമുണ്ട് ഈ കഴിഞ്ഞ ദിവസം മംഗളം പത്രത്തിൽ. അത് കുട്ടികളുടെ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് ആൺകുട്ടികൾക്ക് സംരക്ഷണം വേണ്ടേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് താങ്കൾ ആ ലേഖനം എഴുതിയത്. അവിടെ താങ്കൾ അവതരിപ്പിക്കുന്ന ചില വസ്തുതകളുണ്ട്. അതായത് 18 വയസ്സിൽ താഴെയുള്ളൊരു പെൺകുട്ടിയുമായി 18 അതിന് മുകളിലോ പ്രായമുള്ള ഒരു ആൺകുട്ടിക്ക് ഒരു ആത്മബന്ധമുണ്ടാകുന്നു, പ്രണയബന്ധമുണ്ടാകുന്നു, അത് ശാരീരിക ബന്ധത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ ഒരു കേസാകും. ആ ആൺകുട്ടി ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവൻ്റെ കുടുംബം വലിയ ദുരിതത്തിലേക്ക് തള്ളപ്പെടുന്നു. താങ്കൾ
ആ ലേഖനത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 13 നൽകിയ വ്യാജ പീഡന പരാതിയെ തുടർന്ന് നിരവധി ആൺകുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും അനുഭവിച്ചൊരു ട്രോമയുടെ പശ്ചാത്തലത്തിലാണ് താങ്കൾ ആ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ആ കേസിൽ അറസ്റ്റിലായ ഒരു കുട്ടിക്ക് ഭീകരമായ മർദ്ദനം പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നു. ഇവിടെ ഈ കുട്ടികളെല്ലാം ജയിലിലാകുകയും കസ്റ്റഡിയിലാകുകയും ചെയ്തതിന് ശേഷമാണ് ഇതൊരു വ്യാജ പരാതിയാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നത്. അപ്പം മാധ്യമങ്ങളുടെ തലക്കെട്ടിലാണെങ്കിലും 13 കൂട്ടപീഡനത്തിനിരയാക്കി എന്ന തലക്കെട്ട് വരുന്നു. പിന്നീട് അതൊരു വ്യാജ പീഡനമാണെന്ന് തെളിയുന്നു. അതുവരെയുള്ള ആ ദിവസങ്ങളിൽ പ്രതിസ്ഥാനത്ത് മാധ്യമ വിചാരണയ്ക്കും സാമൂഹിക വിചാരണയ്ക്കും വിധേയരായവർ കടന്നു പോകുന്ന ഒരു ട്രോമയുടെ പശ്ചാത്തലത്തിലാണ് താങ്കൾ എഴുതിയത്. ഇവിടെ നിയമം എന്താണ് പറയുന്നത് യഥാർത്ഥത്തിൽ? ഇവിടെ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജുവനൈൽ ആണെങ്കിൽ ആണും പെണ്ണും 18 വയസ്സിൽ താഴെ ആണെങ്കിൽ പോലും ഒരു പീഡനം നടന്നു. ഇവിടെ ഈ പത്തനംതിട്ടയുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, ഒരു 13 പെൺകുട്ടിയെ 11 പേർ ചേർന്ന് പീഡിപ്പിച്ചു, കൂട്ടപീഡനം നടത്തി. അതിനകത്തൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇത് ഈ പറയുമ്പോൾ ഒരു മാധ്യമ വാർത്തകളിൽ വരുമ്പോൾ ഇതിനകത്ത് താങ്കൾ ഉൾപ്പെടെയുള്ള ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ഈ 11 കുടുംബങ്ങളെയാണ് വഴിയാധാരമാക്കി കിട്ടുന്നത്. ഇപ്പം നമ്മളെ ആളുകളുടെ പേര്, കുട്ടികളുടെ പേര് പറയുന്നില്ല എങ്കിൽ പോലും ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇന്ന ആളുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ വീടിനുള്ളിലേക്ക് എത്തി നോക്കുക എന്നുള്ളൊരു സംസ്കാരമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. മറ്റു സ്ഥലങ്ങളിലൊന്നുമില്ലാത്ത അയലോക്കംകാരൻ എന്ന് നടക്കും. നമ്മുടെ വീട്ടിൽ അതിലും വലിയ പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ അയലോക്കംകാരൻ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഇവരുടെ എല്ലാം പ്രശ്നം. അയ്യോ, അവിടെ ഇന്നയാളുടെ മകന് ഒരു പീഡനക്കേസ് പെട്ടുകെട്ടോ, അല്ലേലും പണ്ട് തൊട്ടേ കുഴപ്പമില്ല എന്ന് വെച്ചാൽ എൻ്റെ മകൻ വളരെ നല്ല, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഏറ്റവും നല്ല 100% പെർഫെക്റ്റാണ്, നാട്ടുകാരുടെ മക്കളും മുഴുവൻ മോശമാണ് എന്നുള്ള മാതാപിതാക്കളുടെ സമീപനമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആരും നമ്മുടെ മക്കൾ എന്തേരം വലിയ തെറ്റ് ചെയ്താലും അത് ചിലപ്പോൾ എൻ്റെ ആയിരിക്കും കേട്ടോ, എൻ്റെ ഒരു മാനസികാവസ്ഥ, എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ആയിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മളുടെ മക്കളാണ് കുഴപ്പക്കാരൻ എന്ന രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. ചിലപ്പോൾ ആയിരിക്കുമല്ലോ കേട്ടോ, ചിലപ്പോൾ നമ്മുടെ മകൻ നല്ലവനായിരിക്കാം. പക്ഷേ നമ്മൾ ആദ്യമേ നല്ലവനാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ മകനും കുഴപ്പക്കാരനാണ് എന്ന ചിന്തയിൽ 50-50 എന്ന് വെച്ചാൽ 100% പെർഫെക്റ്റാണ് ചിന്തിക്കാതെ ഒരു 50% ന്യായീകരിക്കാൻ നിൽക്കരുത്, അന്ധമായിട്ട് ഒരു കാലം ന്യായീകരിക്കാൻ നിൽക്കരുത്. അത് അങ്ങനെ ന്യായീകരിച്ചാൽ നാളെ കുട്ടികൾ വീണ്ടും വഷളായി പോകാനേ സാധ്യതയുള്ളൂ. അല്ല, എനിക്കിവിടെ ചോദിക്കാനുള്ളത് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു പരാതി, ഒരു പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ പരാതി പോലീസിന് മുമ്പിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അധികൃതരുടെ മുമ്പിലേക്ക് എത്തുന്നു. അതിൽ നിയമം അനുശാസിക്കുന്നത് അപ്പോൾ തന്നെ കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയക്കണം എന്നാണോ? അല്ല, ഇതിനകത്ത് ഒരു 13 ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കി എന്ന് പറയുമ്പോൾ പോലീസിനുണ്ടാകുന്ന ഒരു സമ്മർദ്ദം ഭയങ്കരമാണ്. ഇത് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത് ഉറപ്പായിട്ടും ലീക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനം കിട്ടും. ഈ മാധ്യമത്തിൽ സ്ക്രോളിംഗ് വാർത്ത വരുന്നു. അപ്പോൾ SP-യും DYSP SP-യും അതുപോലെ DGP ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ എല്ലാം കൂടെ കൂട്ടി വിളിച്ച് നിർത്തണം എന്ന് പറയും. ഇവന്മാർ അത് കഴിഞ്ഞിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കും, ഇവർ കുറ്റം സംഭവിച്ചോ. എത്രയും പെട്ടെന്ന് കുറ്റം സംഭവിച്ചാൽ പോലീസിൻ്റെ തലേന്ന് ഈ ബാധ്യത ഒഴിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ അവർ ക്രൂര പീഡനത്തിന് ഒരു പയ്യൻ ഇരയായി എന്നുള്ളതാണ് നമുക്ക് വളരെ വേദനയോടെ നമ്മൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു തെറ്റോ മൂന്നാം മുറ പ്രയോഗിച്ചു കേരള പോലീസ്. അല്ല, മൂന്നാം മുറ കുട്ടികളുടെ മുമ്പിൽ പ്രയോഗിക്കുക എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ഇതിനെ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മാർഗ്ഗമുള്ളൂ. നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് ഞാനിപ്പോഴും ഈ പോലീസ് അടി കൊടുക്കരുത് എന്നുള്ളത് അങ്ങനെയുള്ളൊരു ന്യായീകരണം ഒരു കാരണവശാലും ഞാനില്ല. പോലീസിനെ പേടിയില്ലാത്തൊരു കാലം എന്ന് പറയുന്നത് കാലമില്ലാത്ത കാലം പോലെയാണ്. എനിക്കിട്ട് വഴി വെച്ചൊരു ഒരാൾ ഒരു 2 അടി തന്നു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു ഒരു പരാതി കൊടുക്കുമ്പോൾ 2 പേരെ ഒരുമിച്ച് ഒരു ചായ കൊടുത്ത് ഇനി മേലിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, നാളെ ഈ നാട്ടിൽ ആരും എന്തും ചെയ്താൽ നമ്മളെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഒരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പോലീസിനെ പേടി ഉണ്ടാകണം. പോലീസിനെ പേടിയുണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് പിടികിട്ടി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, പോലീസിനെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു പരാതി എത്തിയാൽ അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ചതിന് ശേഷമാവണ്ടേ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതും ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തുന്ന രീതിയിലേക്ക് മൂന്നാം മുറകൾ പ്രയോഗിക്കേണ്ടത്. തീർച്ചയായും താങ്കൾ പറയുന്നതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നു. പോലീസിനെ പേടിയുണ്ടെങ്കിൽ മാത്രമേ, സിനിമകളിലൊക്കെ കാണുന്ന പോലെ മര്യാദയ്ക്ക് ചോദിച്ചാൽ ആരും കുറ്റമേൽക്കില്ല. പക്ഷെ അവിടെയും ഒരു പ്രശ്നം, പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടെന്നാണ് താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്.
അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത്? ഒരു പരാതി എത്തുമ്പോൾ അത് വ്യാജമാണോ സത്യസന്ധമാണോ എന്ന് അന്വേഷിച്ചറിയാൻ ഒരു സ്പേസ് പോലീസിന് കൊടുക്കാതെ ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്കും നടപടികളിലേക്കും നീങ്ങാൻ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടാക്കുന്നത് മാധ്യമങ്ങളാണോ? എന്താ താങ്കളുടെ കാഴ്ചപ്പാട്? അല്ല, ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഈ പോക്സോ കേസുകളിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ സാധാരണ ക്രിമിനൽ കേസുകളിലെല്ലാം എന്ന് വെച്ചാൽ പ്രോസിക്യൂഷനാണ് കേസുകൾ നൽകിയത്. നമ്മൾ ആരെങ്കിലും എക്സോർവൈ ഒരാൾ പ്രതിയായി പോലീസ് സ്റ്റേഷൻ ചെന്നു, കോടതി ചെന്നു, അതിനകത്ത് പ്രോസിക്യൂഷൻ സർക്കാരാണ് കേസ് തെളിയിക്കുന്നത്. പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്വമാണ് കേസ് ഇയാൾ ഈ കുറ്റാരോപിതൻ്റെ മേൽ കുറ്റം ചുമത്തി ആ കുറ്റം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്വം. തെളിവെല്ലാം കൊണ്ടുവരേണ്ട പ്രോസിക്യൂഷൻ. പക്ഷേ ഈ പോക്സോ കേസുകളിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പോക്സോ കേസുകളിൽ ഒരു പരാതി കിട്ടുമ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അയാൾ കുറ്റവാളിയായിട്ട് കാണുവാണ്. ട്രയൽ നടക്കുമ്പോഴല്ല അയാൾ കുറ്റാരോപിതനല്ല, കുറ്റവാളിയാണ്. അതിൽ നിന്നും അയാൾ മോചിതനാകണമെന്നുണ്ടെങ്കിൽ, ആ കുട്ടി മോചിതനാകണമെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ തെളിയിക്കണം. ഞാൻ നിരപരാധിയാണ് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ പ്രതിയുടെ ഭാഗത്ത് മാത്രമാകുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു സാധാരണഗതിയിൽ ഒരു കേസിൽ ഞാൻ പ്രതിയായാൽ ഞാൻ പ്രതിയാണ്, ഞാൻ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കേണ്ട എല്ലാ തെളിവുകളും സംശയമന്യെ കോടതിയിലെത്തിച്ച് തെളിയിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാരിന് വേണ്ടി കേസ് നടത്തുന്ന പ്രോസിക്യൂഷൻ അഭിഭാഷകൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ ഒരു കേസ് വരുമ്പോൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട പീഡന കേസുകൾ വരുമ്പോൾ, എന്നെ താങ്കൾ പറഞ്ഞ പോലെ മറ്റ് കേസുകളിൽ ഞാൻ കുറ്റാരോപിതനാണെങ്കിൽ ഇത്തരം ഒരു കേസിൽ പ്രതിയാകുന്ന വ്യക്തി എപ്പോഴും കുറ്റവാളിയായിട്ടാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോക്സോ കേസുകളിൽ കുറ്റം ചെയ്ത് പ്രതിയായിട്ട് പ്രതിസ്ഥാനത്ത് വരുന്നയാൾ കുറ്റം ചെയ്തു എന്ന ഉത്തമ ബോധ്യത്തോട് തന്നെയാണ് വിചാരണ നടക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ആ ഒരു മുൻവിധിയോടുകൂടിയാണ് വിചാരണ നടക്കുന്നത്. മറ്റേത് ഇയാൾക്ക് മേൽ സംശയലേശമന്യേ കുറ്റം ചുമത്തുവാൻ പ്രോസിക്യൂഷൻ അധ്വാനിക്കേണ്ടപ്പോൾ ഇവിടെ ഇവൻ കുറ്റക്കാരനാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് വിചാരണ നടക്കുന്നത്. അതാണ് ഇവിടെ ഇതിനകത്ത് ഏറ്റവും വലിയ, ഈ നിയമത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് നല്ലതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ്, പക്ഷേ ഇത് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ വ്യാജ പോക്സോ കേസുകളും ഇപ്പം തന്നെ നമുക്കറിയാം. ഈ എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടിനകത്ത് മുഴുവൻ ഈ പെൺകുട്ടികളെയും അതിലത്തെ കുട്ടികളെ കരുവാക്കിക്കൊണ്ടാണ് ഭർത്താവിനെതിരെ പീഡന കേസ് കൊടുപ്പിക്കുന്ന നിരവധി കേസ്. കോടതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഭർത്താവിനെ വെറുതെ വിടും ഒക്കെ. പക്ഷേ ഇങ്ങനെ വ്യാജ പീഡന കേസ് കൊടുക്കുന്ന ആളുകളുടെ പേരിൽ കേസെടുത്തുകൊണ്ട് അവരെ തുറുങ്കിലടയ്ക്കുന്ന ഒരു നിയമം കൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വ്യാജ പീഡന പരാതികൾ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു സംവിധാനം ഇല്ലേ? ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഒന്നും നമ്മുടെ ഇതിനകത്ത് ഇല്ലല്ലോ. അതിനകത്ത് കോടതി പോലും ഇതിനകത്ത് വ്യാജ പോക്സോ ആണ് ഭർത്താവിനെതിരെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും കോടതി പോലും പറയുന്നുണ്ടല്ലോ, ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം, ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി പോലും പറയുന്നില്ലാത്തടത്തോളം കാലം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം നമ്മുടെ നിയമങ്ങൾ കൃത്യമായി തിരുത്തപ്പെടണം. നമ്മളൊരു നിയമം ഉണ്ടാക്കി വെച്ചു, ആ നിയമത്തിനകത്ത് പര്യാപ്തമായ കാര്യങ്ങളില്ലെങ്കിൽ, അപര്യാപ്തതയുണ്ടെങ്കിൽ ആ നിയമത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ ഈ പോക്സോ കേസുകൾ ഇങ്ങനെ വന്നു. ഈ പോക്സോ കേസുകൾ വന്നു കഴിയുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട്. ഈ അപകടങ്ങൾ ആർക്ക് സംഭവിക്കാം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് സംഭവിക്കാം, എൻ്റെ ഈ ശ്രവിക്കുന്ന നിങ്ങൾക്ക് സംഭവിക്കാം. കാരണം ഞാൻ ഓർക്കുന്നു, കുറച്ചുനാൾ മുമ്പ്, 2 വർഷം മുമ്പാന്ന് തോന്നുന്നു, മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷമാക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ഒരമ്മ മകനെ ലൈംഗികമായി ചൂഷണം ചെയ്തു. ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അന്വേഷണം നടത്തിയപ്പോഴാണ് വസ്തുതകൾ പുറത്തു വരുന്നത്. ഇവരുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു, അയാൾ വിദേശത്താണ്. അയാൾ ഈ കുട്ടികളെ അവധിക്ക് കൊണ്ടുപോയപ്പോൾ അവരെ നിർബന്ധിച്ച് ഇത്തരത്തിൽ ഒരു പരാതി, അത് എനിക്ക് തോന്നുന്നു 2 ഘടകങ്ങളാണ് പറഞ്ഞു കേട്ടത്. കുട്ടിയിൽ നിന്ന് എന്തോ നീലച്ചിത്രം പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ കുട്ടി രക്ഷപ്പെടാൻ ഈ സ്ത്രീയുടെ മുൻ ഭർത്താവിനോട് പറയുന്നു, അമ്മ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ അയാളൊരു പരാതിയാക്കുന്നു. ഈ സ്ത്രീ വലിയ രീതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നു, ജയിലിലടയ്ക്കപ്പെടുന്നു. അപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന്, പങ്കാളികളുടെ ഭാഗത്ത് നിന്ന്, സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, താങ്കൾ പറഞ്ഞ പോലെ ദാമ്പത്യ ബന്ധത്തിലുള്ള വിള്ളലിൻ്റെ ഭാഗത്തിൻ്റെ പേരിലെല്ലാം പല ആളുകളും ഒരർത്ഥത്തിൽ പ്രായഭേദമന്യേ പുരുഷന്മാർ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു എന്ന സാഹചര്യമാണ് താങ്കൾ വിവരിക്കുന്നത്. ഇവിടെ എനിക്കറിയാനുള്ള മറ്റൊരു വ്യത്യാസം താങ്കൾ നേരത്തെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുപോയി. അതായത് 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ സമയം ഇത്തരത്തിലൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവിടെ 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിക്കെതിരെ കേസെടുക്കുമല്ലോ, അല്ലേ? കേസെടുക്കും. ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായാൽ കേസെടുക്കും. പക്ഷെ അവന് ശിക്ഷയില്ലേ? പക്ഷെ ശിക്ഷയുണ്ട്.
ശിക്ഷയുണ്ടല്ല, അതിനകത്ത് ജുവനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ അവനെ ഹാജരാക്കും, അവന് ജാമ്യം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും, കേസ് വിചാരണ നടക്കും. ഈ നടപടികളെല്ലാം ശരിയാണ്. പക്ഷേ മറ്റ് 18 വയസ്സിന് മുകളിലുള്ള അവിടെയാണ് ഞാൻ ചോദ്യം ചോദിക്കുക. അതായത് അതേസമയം 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 18 വയസ്സായ ആൺകുട്ടി ആണെങ്കിൽ, 17 വയസ്സുള്ള പെൺകുട്ടിയും 17 വയസ്സുള്ള ആൺകുട്ടിയാണെങ്കിൽ അവൻ ജുവനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിലേ പോകുന്നുള്ളൂ. 17 വയസ്സുള്ള പെൺകുട്ടിയും 18 വയസ്സായ ആൺകുട്ടിയും ആണെങ്കിൽ എന്താണ് മാറ്റം വരുന്നത്? അല്ല, അയാളുടെ പേര് പോക്സോ കേസ് എടുക്കും. 18 വയസ്സിന് മുകളിലുള്ള പോക്സോ. 17 വയസ്സിൽ താഴെ, അതിനകത്തൊരു 18 താഴെയാണെങ്കിൽ പോക്സോ അല്ല, 18 വയസ്സിൽ പോക്സോ കേസ് എടുക്കും. പോക്സോ കേസ് എടുക്കും. പക്ഷേ ജുവനൽ ജസ്റ്റീസ് ബോർഡിന് മുമ്പാൽ ഹാജരായാൽ മതി. അതിനൊരു ഒരു 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 മൈനർ കേസായിട്ടാണ് നമ്മൾ കാണുന്നത്. അവന് ജാമ്യം കിട്ടും, ഈസി ആയിട്ട് പുറത്തും പോകും. ഇതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഈ ജുവനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഹാജരാക്കുമ്പോൾ ഒരിക്കലും അവർ പ്രതിയല്ല. നമ്മൾ വക്കീലാണെങ്കിൽ പോലും ജഡ്ജാണെങ്കിൽ പോലും ഇവരെല്ലാം സിവിൽ ഡ്രസ്സ്, നമ്മുടെ ഇരുന്ന് ഡ്രസ്സിലെടുക്കും. ഒരു വക്കീലിൻ്റെ ഡ്രസ്സോ അങ്ങനെ കോട്ടോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ CCL എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്, എന്ന് വെച്ചാൽ കുറ്റവാളികൾ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അവരെ അങ്ങനെ പ്രതി എന്ന് പറയുന്ന ഒരു അഭിസംബോധന പോലും അവിടെ ഇല്ല. അപ്പോൾ അവരുടെ ഉള്ളിലൊക്കെ വളരെ ഒരു മൈനർ കേസായിട്ടാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് ഈ 17 വയസ്സുള്ള ആൺകുട്ടിയും 17 വയസ്സുള്ള പെൺകുട്ടിയും തമ്മിൽ ഈ അവർ നല്ല ബന്ധത്തിലിരുന്ന് കഴിഞ്ഞ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ, കേസുണ്ടായാൽ പോലും പോക്സോ കേസ് എടുക്കും, അതുറപ്പ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇത് 18ലേക്ക് എത്തുമ്പോൾ കളിപാളി. 18 എത്തുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടല്ലോ, നമ്മുടെ ഈ അഭിമുഖത്തിന് മുമ്പ് സംസാരിച്ച് പറഞ്ഞു. അതായത് 18 വയസ്സിൽ താഴെയുള്ള 2 പേർ തമ്മിൽ, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടാകുന്നു, ഇത് പുറത്തറിയുന്നു, കേസെടുക്കുന്നു. ഈ 17 വയസ്സുകാരനായ ആൺകുട്ടിയെ കൊണ്ടുവിട്ട 19 വയസ്സുകാരനായ കൂട്ടിയുള്ളയാൾ കൂട്ടുപ്രതിയായി. അയാൾ വേറെ ഒരു ബന്ധം ഉണ്ടാകുന്നില്ല, പക്ഷേ അയാൾ ഈ കേസിൽ കൂട്ടുപ്രതിയായി ജയിൽവാസം അനുഷ്ഠിക്കേണ്ട സാഹചര്യം. അതെന്നുവെച്ചാൽ ബൈക്കെ കൊണ്ട് വിട്ടു. 17 വയസ്സുകാരനെ ഈ ജുവനലായ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി, ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ 19 വയസ്സുകാരനായ 19 വയസ്സുകാര കുട്ടി അകത്ത് പോയി 18 വയസ്സ് താഴെയുള്ള ജുവനലായതുകൊണ്ട് അയാൾ രക്ഷപ്പെടുന്ന അവസ്ഥയാണ്. ഇത് അകത്ത് പോകുമ്പോൾ ഒന്നാമതെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ജയിലുകൾ എന്ന് പറയുന്നത് വളരെ പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് ഈ 18 വയസ്സ് മുതൽ 22 താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ സബ് ജയിലുകളിൽ വേണ്ട, അതിന് പോകണ്ട. നമ്മുടെ മറ്റേ ബോസ്റ്റൽ സ്കൂളുകളുണ്ട് അവർക്ക്. നമ്മുടെ കോട്ടയം ജില്ലയിലെല്ലാം കാക്കനാട് ബോസ്റ്റൽ സ്കൂളിലാണ് ഇവരെല്ലാം കൊണ്ട് പാർപ്പിക്കുന്നത്. ആ ബോസ്റ്റൽ സ്കൂളിൽ ചെല്ലുമ്പോൾ പോലും ഒട്ടനവധി ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള സഹവാസമാണ്. എന്നുവെച്ചാൽ ഈ നല്ലൊരു ആൺകുട്ടി ഒരു യാദൃശ്യമായിട്ടൊരു കേസിനകത്ത് പെട്ട് അവൻ അവിടെ ചെല്ലുമ്പോൾ അവന് കിട്ടുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് വളരെ വേറൊരു തരത്തിലുള്ളൊരു മൈൻഡിലേക്ക് ഈ കുട്ടികളൊക്കെ മാറാനുള്ള സാധ്യത. ഒരുപാട് മയക്കുമരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെയാണ് അതിനകത്ത് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ അങ്ങനെ ക്രിമിനൽ മനസ്സോടുകൂടിയായിരിക്കും പുറത്തേക്ക് വരിക. സമൂഹം അങ്ങനെ നോക്കി കാണുന്നു. ഇതിന് താങ്കൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താം? ഈ നിയമത്തിലൊരു പുനർവിചിന്തനം അല്ലെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് എന്നുള്ളതാണോ ഇതിൻ്റെ ഒരു അഭിമാനം? അല്ല, നിയമം പൊളിച്ചെഴുത്ത് വളരെ അത്യാവശ്യം. പൊളിച്ചെഴുതിയില്ലെങ്കിൽ നാളുകളിൽ ഒരുപാട് ക്രിമിനൽസിനെ നമുക്കുണ്ടാക്കാം. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ പ്രതിയായി അകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ചു. സമൂഹത്തോട് വരെ ശത്രുത, സമൂഹത്തോട് എല്ലാവരോടും ഒരു ശത്രുതപരമായ ഒരു സംവിധാനം ഉണ്ടല്ലോ. അത് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഇപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കഞ്ചാവും വലിയ മയക്കുമരുന്ന് മാഫിയകളല്ലേ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ ആയിരക്കണക്കിന് ആളുകളാണ് പിടിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം അതുപോലെ മയക്കുമരുന്ന് ലോബി ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിവിടെ. ഇവിടെ തിരിച്ചൊരു വശം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ആൺകുട്ടികളുടെ കാര്യം നമ്മൾ താങ്കളുടെ ലേഖനത്തിലടക്കം ആൺകുട്ടികൾക്കും വേണ്ട സുരക്ഷ എന്ന് ചോദിക്കുന്നു. 18 വയസ്സായ പെൺകുട്ടിയും 17 വയസ്സായ ആൺകുട്ടിയുമാണെങ്കിൽ പെൺകുട്ടിയോടും ഇതേ സമീപനമായിരിക്കില്ലേ നിയമം സ്വീകരിക്കും? അല്ല, ആൺകുട്ടിയുടെ ഭാഗത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പെൺകുട്ടിക്ക് എതിരെ കേസെടുക്കും. അതിനകത്ത് തർക്കമൊന്നുമില്ല. അതിനകത്ത് തർക്കമില്ല. അത് വീട്ടുകാർ കണ്ടുപിടിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടിയാണെങ്കിൽ കേസെടുക്കും. ഇപ്പോൾ ചില സംഭവങ്ങൾ വരുന്നത്, ഇപ്പോൾ അയൽപക്ക തർക്കങ്ങൾ ഉണ്ടായാൽ പോലും ഈ പോസ്കോ കേസിൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായ പീഡനം നിർബന്ധമാണോ? ശാരീരികമായ പീഡനമൊന്നും വേണ്ട. നമ്മൾ ഒരു ദ്വയാർത്ഥ പ്രയോഗം, ആംഗ്യം കാട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു അയൽപക്ക തർക്കം, ഞാൻ എവിടെ വായിച്ചതാണ്, ഈ ഒരു വാർത്തയല്ല പല വാർത്ത, അയൽപക്ക തർക്കം ഉണ്ടാകുന്നു അയൽക്കാർ തമ്മിൽ. അപ്പോൾ ആ വീട്ടിലൊരു പെൺകുട്ടിയെ കൊണ്ടൊരു പരാതി അങ്ങോട്ട് കൊടുപ്പിക്കാൻ, അശ്ലീല ആംഗ്യം കാട്ടി ദ്വയാർത്ഥ പ്രയോഗം നടത്തി അല്ലെങ്കിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പരാതി കൊടുത്താൽ ഇതുപോലെ തന്നെ ഒരു അതിര് തർക്കം വേറെ തലത്തിലേക്ക് വളരുകയില്ലേ?
ഉറപ്പാണ്. അതിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ 18 വയസ്സിന് മുകളിലാണ്, 18 വയസ്സ് താഴെയാണ്. നമ്മൾ ചിലപ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് 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 കെട്ടിപ്പോ ഒന്ന് ആശ്ലേഷിക്കുക എന്ന് വെച്ചാൽ മൊത്തത്തിൽ അല്ലെങ്കിൽ പോലും ഇങ്ങനെ തോളത്തട്ടു. ഇതുവരെ ഒരു പരാതി ഉണ്ടായാൽ പ്രശ്നമാണ്. അതെ. അതായത് നമ്മൾ കെട്ടിപ്പിടിച്ചത് പോലും നമ്മൾ കെട്ടിപ്പിടിക്കുന്നത് നമ്മളൊരു വാത്സല്യത്തിന്റെ വാത്സല്യത്തോടുകൂടി ആണെങ്കിൽ പോലും നാളുകളിൽ അത് നമുക്കെതിരെ ദുരുപയോഗം ചെയ്യപ്പെടാം. ഉറപ്പാടും പറയാം. അപ്പോൾ ഇതൊരു വലിയ സാമൂഹിക വിപത്തല്ലേ? 100%. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് കേസ് എനിക്കുണ്ടായ കേസുകൾ, ഞാൻ നടത്തിയ കേസുകളിലൊക്കെ അനുഭവമാണ്. എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഫോണുമായിട്ട് ഇന്ന് ഫോണുണ്ട് എന്ന് വെച്ചാൽ അപ്പനും അമ്മയും ഏറ്റവും കൂടുതൽ ഈ ബ്രോക്കൺ ഫാമിലീസിലാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഈ അമ്മ ഈ ഫോൺ പിടിച്ചു നോക്കുകയും ആ ഫോൺ കൊച്ചിനെ ഫോഴ്സ് ചെയ്തിട്ട് ഇതിൻ്റെ ലോക്ക് അഴിപ്പിച്ച് നോക്കി. പിള്ളേരെല്ലാം ഇപ്പം വളരെ ഫോൺ ലോക്കൊക്കെ ചെയ്ത് വളരെ സുരക്ഷിതമായിട്ട് പിള്ളേർ. ആ ഒരു സമയത്ത് ലോക്ക് എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും 10 ആളുകളുമായിട്ടാണ് ഒരേ സമയത്ത് ചാറ്റ് ചെയ്ത് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു. എല്ലാവരും ചോദിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുന്നു, അവന്മാർ തിരിച്ചയക്കുന്നു. ഇതെല്ലാം കൂടെ കണ്ടാകപ്പെടെ സ്റ്റണ്ടായി പോയ ഈ മാതാവ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു, കേസാകുന്നു. 10 പേരെയും പിടിച്ചകത്താക്കുക. അതോ കേരളത്തിൽ അങ്ങോട്ട് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ആളുകളുണ്ടായിരുന്നു. 10 പേരും പ്രതികളാകുക. 10 പേരും പ്രതികളാകും. ഇത് അവർ തമ്മിൽ ഒരാൾ പോലും ഈ പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ലെന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം. പക്ഷെ അതും ഈ പറയുന്ന പോക്സോയിലാണ് വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ അതായത് ഇതിൽ 2-3 തലങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ട്. 2-3 തലങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പീഡന പരാതികളിലുള്ള മനോഭാവം മാറണം. താങ്കളുടെ ലേഖനത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ജെൻസി പദങ്ങൾ വരെ താങ്കൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് അതെന്നാ വെച്ചാൽ നമ്മൾ പ്രേമിച്ച് നടക്കുന്ന ആള് ലവർ, നമ്മുടെ പങ്കാളി നമ്മളെ സ്നേഹിക്കുന്ന ആള് ലവർ. അത് കഴിച്ച് നമ്മൾ അതിനകത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ ഈ ലവറോട് തുറന്നു പറയാൻ പറ്റുന്നത് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാൻ രഹസ്യം സൂക്ഷിക്കുന്ന ആ തരത്തിൽ ഒരാളുണ്ട് ബെസ്റ്റി. അവരെപ്പോഴും ഇപ്പോഴത്തെ ജെൻസി പദങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഏത് കാര്യങ്ങളാണേലും നമുക്കിപ്പോൾ ഒരാളുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ പോവും എന്നൊരു ധാരണയിൽ വരുന്ന സമയത്ത് ഒരാളൊരു ബെഞ്ചിങ് ഫ്രണ്ട് ക്യൂവിൽ ഒരാളെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒട്ടനവധി പുതിയ ജെൻസി അവർക്കും ബെഞ്ചിങ് ഫ്രണ്ടിനും ബെസ്റ്റിക്കും എല്ലാം നാളുകളിൽ ഒരു പീഡന കേസിൽ പെടാനുള്ള എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ട ഒരു കളിയാണ് ഈ പരിപാടി മുമ്പോട്ട് പോകുന്നത്. സാധ്യത ഉറപ്പായിട്ടും ഇതെല്ലാം പ്രതീക്ഷ വേണം ഇതെല്ലാം ചെയ്യും. അതായത് ഇവിടെ സത്യത്തിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാകേണ്ടത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലൊരു ബോധവൽക്കരണം ഉണ്ടാകും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. ഇവിടെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും അധ്യാപകർ നേരിടുന്ന വലിയ പ്രതിസന്ധി, സ്കൂളിനുള്ളിലൊക്കെ ലഹരി ഉപയോഗം നടക്കുന്നു, ലൈംഗിക ബന്ധങ്ങളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നു. പലപ്പോഴും എനിക്ക് തോന്നുന്നത് വളരെ കാലം മുമ്പ് തന്നെ, ഈ അടുത്താണ് ആ കഥകളെല്ലാം പുറത്തു വന്നത്. കോപ്പിയടി പിടിച്ച അധ്യാപകൻ പീഡന കേസിൽ അകത്തായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ 2 പെൺകുട്ടികൾ ഒരു പൂർവ്വവൈരാഗ്യം വെച്ച് ചെയ്തതാണെന്ന് പറയുന്നു. അപ്പോൾ വലിയ വലിയ സാമൂഹിക വിപത്തുകൾ, അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുകയാണ്. അത് കേരളത്തിൽ ജീവിച്ചു പോകാൻ തന്നെ വലിയ പാടായി വരികയാണോ ഈ നിയമങ്ങൾ? നമ്മളല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരം നിയമങ്ങളുടെ സാന്നിധ്യം, നിയമങ്ങൾ എപ്പോഴും പൗരന് പരിരക്ഷ കൊടുക്കേണ്ടതല്ലേ? പലപ്പോഴും ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സംവിധാനത്തെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു നിയമം ഉണ്ടാവേണ്ടതില്ലേ? 100%. അല്ല, ഇതിനകത്ത് ഈ വ്യാജ കേസുകൾ കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് കേസെടുത്തുകൊണ്ട് അവരെ തുറുങ്കിലടയ്ക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഒരു കേസിനകത്ത് ഒരാളകത്ത് പോയി കഴിഞ്ഞാൽ ഇത് വലിയൊരു മെസ്സേജാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് പീഡന കേസ് എന്നില്ല. ഇപ്പം ഞാൻ താങ്കൾക്കെതിരെ ഒരു കള്ളപ്പരാതി കൊണ്ട് കൊടുക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നു, പരമാവധി സംഭവിക്കാൻ പോകുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത് കള്ളപ്പരാതിയാണെന്ന് ബോധ്യപ്പെട്ടാൽ താങ്കളെക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാതെ വെറുതെ വിടുന്നു. ഇനി പോലീസ് കൂടെ ചേർന്ന് അങ്ങനെ ഒരു കേസെടുത്താലും താങ്കൾ കോടതിയിൽ തെളിയിച്ചാൽ താങ്കളെ വിചാരണയ്ക്ക് ശേഷം കുറ്റവിമുക്തനാക്കും. പക്ഷേ ഈ കള്ളപ്പരാതി കൊടുത്ത എനിക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഇപ്പോൾ നിയമമുണ്ടോ? ഒരു നിയമമൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അതിൻ്റെ മറ്റ് കേസുകളുമായിട്ട് പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകണം. ഇതെല്ലാം നമ്മൾ കോടതി കയറി അത് ഭയങ്കരമായ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. നമുക്ക് സാധാരണ ആളുകൾക്കൊന്നും കോടതി, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭീതിയോടെ കാണുകയാണ്. ഇപ്പോഴാണല്ലോ, ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം ജനമൈത്രി പോലീസും എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും വളരെ ഒരു ഭയത്തോടെയാണ് പോലീസിനെയും കോടതിയൊക്കെ കാണുന്നത്. ആ ഭയം നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. വെച്ചാൽ ആ ഭയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭയം നിലനിർത്തണം. ഭയം എപ്പോഴും കോടതിയിൽ കയറരുത്, എന്നെ കോടതി കയറ്റരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്, അപ്പോൾ അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറ്റരുത് ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാവണം.
എന്നുവെച്ചാൽ ആർക്കും ഒന്നും പേടിയില്ലെങ്കിൽ എന്താ അവസ്ഥയായിരിക്കുന്നത്? അതെ, ഭയം ഉണ്ടാവണം. എന്നാൽ ഒരു നിരപരാധി ട്രാപ്പ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള വ്യാജ കേസുകളെ പ്രതിരോധിക്കുന്ന ഒരു നിയമവും ഉണ്ടാകണം. ഉറപ്പായിട്ടും ഉണ്ടാണ്. എന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പം നമ്മൾ പേഴ്സണലായിട്ട് തന്നെ ഞാൻ എൻ്റെ ഈ ലേഖനം വന്നു കഴിഞ്ഞിട്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, വക്കീലെ ഇത് കറക്റ്റായിട്ടാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്, ഇത് കൃത്യമാണ്, ഇത് നമുക്ക്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ആദ്യം ബോധവൽക്കരണം കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്കാണ് ആദ്യം ബോധവൽക്കരണം. മാതാപിതാക്കളെ ബോധവൽക്കരിച്ച് അതിനുശേഷം കുട്ടികൾക്കും വേണം. ഇതിനകത്ത് സ്കൂളുകൾക്കാണ് ഇതിനേറ്റവും എന്ന് വെച്ചാൽ മാതാപിതാക്കളെയും കുട്ടികളെയും ഒരുമിച്ച് കിട്ടാനായിട്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിനായ DEOമാരും ഒക്കെയുള്ള ആളുകളും ഒക്കെയാണ് ഇതിനകത്ത്. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം മാറണം. നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ ഇതെല്ലാം മാറി ഒരു പുത്തൻ സംസ്കാരം. ഇപ്പോൾ പുതിയ നമ്മുടെ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. പുതിയ ഗവൺമെൻറ്റിനകത്ത് പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ രണ്ടാളുകളുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിരുന്നുകൊണ്ട് ഒരു കരിക്കുലത്തിൽ തന്നെ ഉൾപ്പെടുത്തി മാതാപിതാക്കളെയും കൂടി ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായി, അതായത് ഒരു പരിധിവരെ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് രണ്ടുപേരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം, അത് പിരിയാനുള്ള സ്വാതന്ത്ര്യം പുരുഷനില്ലാതായി പോകുന്നു എന്ന നിലയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ. ഉറപ്പായിട്ടും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക്, ആ മനോനിലയിലേക്ക് സ്ത്രീകളുടെ കാഴ്ചപ്പാടിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് നാറ്റിക്കാനുള്ള ഒരു ഉപാധിയായി സ്ത്രീകൾ കാണാതിരിക്കേണ്ടതുണ്ട്. ആരെങ്കിലും കരുവാക്കാൻ കുട്ടികളെ ഉപയോഗിക്കുന്ന പ്രവണത മാതാപിതാക്കൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ താങ്കളുടെ ഈ ലേഖനം കൊണ്ട് താങ്കളുടെ ഈ മേഖലയിലുള്ള പോരാട്ടം അവസാനിക്കുമോ, അതോ ഇതിനു വേണ്ടി ഒരു ആക്ടിവിസം പോലെ താങ്കൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു? അല്ല, എൻ്റെ ലേഖനം കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു. ഓരോ മജിസ്ട്രേറ്റുമാർ പോലും, അവർ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അധ്യക്ഷന്മാരായിരുന്ന മജിസ്ട്രേറ്റുമാർ പോലും വിളിച്ചിട്ട് ഓരോ ഈ കാര്യങ്ങൾ അദ്ദേഹം ഒരു മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഇത് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ അവിടെ വരുന്ന ഹെഡ് മാസ്റ്റർമാരും ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ സ്കൂളുകളിലെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടുമ്പോൾ ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ബോധവാന്മാരല്ലെന്നുള്ളതാണ്. ടീച്ചർമാർ പലരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, സാറേ അത് ഞങ്ങൾ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ ജാഗ്രത വേണമെന്ന് പറഞ്ഞത്. പക്ഷേ ആൺകുട്ടികൾക്കും ജാഗ്രത വേണമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് ആൺകുട്ടികൾ അവിടെയാണ് താങ്കളുടെ ആ ആർട്ടിക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെ, തലക്കെട്ട് തന്നെ അങ്ങനെയുള്ളൂ, ആൺകുട്ടികൾക്കും വേണ്ടേ സംരക്ഷണം. ശരിയാണ്, ആൺകുട്ടികൾക്കല്ല, യഥാർത്ഥത്തിൽ വൃദ്ധൻ, ചെറുപ്പക്കാരൻ, മധ്യവയസ്കൻ, കൗമാരക്കാരൻ, കുട്ടികൾ എല്ലാ തലത്തിലുമുള്ള പുരുഷലിംഗത്തിൽപ്പെട്ടവർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം, അതായത് വ്യാജ അപ്പോൾ അത് വളരെ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നതുപോലെ ഇത് ഉറപ്പാക്കാനുള്ള ഏക സംവിധാനം എന്ന് പറഞ്ഞാൽ വ്യാജ പരാതികളെ പ്രതിരോധിക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണ്. അപ്പോൾ അത്തരമൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ. താങ്കളുടെ ഈ ഉദ്യമം അല്ലെങ്കിൽ താങ്കളുടെ ഈ ആശയം ഒരു സമത്വമാണ് വേണ്ടത്. നമ്മൾ ഈ സമത്വം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലൊക്കെ സമത്വം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു സമത്വം ഇല്ലെന്നുള്ളതാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈ പീഡന കേസുകളുടെ കാര്യത്തിൽ പുരുഷന് ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ കഴിയട്ടെ. തീർച്ചയായും ഇത്തരം വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് ഏറ്റവും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.